അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം. ഈ നക്ഷത്രക്കാരെയാണ് ധനുക്കൂറ് എന്ന് പറയുന്നത്. ഇവരുടെ മൂന്നാം ഭാവത്തിൽ ബുധ, ശുക്ര, സൂര്യൻ, സർപ്പി ഇത്രയും ഗ്രഹങ്ങൾ വരുന്നുണ്ട്. ചില ദീർഘദർശിത്വത്തോടു കൂടി എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതുള്ളത് കൊണ്ട് അവരവരുടെ ജീവിത ദിശയ്ക്ക് തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എഴുത്ത് ജോലികൾ, എഡിറ്റർ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, അതുപോലെ തന്നെ മീഡിയ മാർക്കറ്റിംഗ് മുതലായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാകും. ധനപരമായിട്ട് ചെറിയ രീതിയിലാണെങ്കിലും തുടർച്ചയായിട്ടുള്ള ലാഭം ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ആരോഗ്യപരമായിട്ട് തോൾമുട്ട്, കൈവേദന മുതലായിട്ടുള്ളവ ഉണ്ട്. അത് കുറച്ചൊന്ന് കൂടുതലാകാനും സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് സഹോദരന്മാരും ഒക്കെ ആയിട്ടുള്ള അസ്വാരസ്യങ്ങൾ ഇല്ലാതാവുകയും അവരുമായിട്ടൊരു നല്ല ബന്ധം സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. പരിഹാരമായിട്ട് ഇവർ വാക്കുകളിൽ നിയന്ത്രിക്കണം. ക്ഷേത്ര ദർശനങ്ങളോ ഹനുമാൻ ചാലീസ ജപിക്കലോ ഒക്കെ വളരെ നല്ല ഫലങ്ങൾ സഹായിക്കുന്നതാണ്.